ഏറെ നാളുകളായി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചർച്ചകൾ മുഴുവൻ ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അത് മറ്റാരുമല്ല, തമിഴ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായക നടനായ വിജയ്. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ വിജയ് ഏതു പ്രത്യയശാസ്ത്രമായിരിക്കും പിൻപറ്റുക, എന്താണ് വിജയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ എന്നീ ചോദ്യങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതിനിടെ വിജയുടെ ഏറ്റവും പുതിയ സിനിമയും ഇന്ന് പ്രദർശനത്തിനെത്തുകയുണ്ടായി. അപ്പോഴാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ രണ്ടാം പടിയിലേക്ക് വിജയ് കടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനം ഈ മാസം 23-ന് വിഴുപുരം, തമിഴ്നാട്ടിലെ വിഴുപുരം ജില്ലയിൽ നടത്താൻ വിജയ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട മുഖങ്ങളെ തന്നെ ക്ഷണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ്. ഇതിലേക്ക് ക്ഷണിക്കാൻ തയ്യാറെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ഈ ചടങ്ങിലേക്ക് വിജയ് ക്ഷണിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മുൻപ് 2009-ൽ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ കോൺഗ്രസിൽ ചേരാൻ തയ്യാറെടുത്ത ഒരു നേതാവായിരുന്നു വിജയ്. ആ വിജയ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസുമായി അടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് രാഹുൽ ഗാന്ധിയെ ഈ ചടങ്ങിലേക്ക്, തൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനത്തിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും വിജയ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു കിംവദന്തിയും തമിഴ്നാട്ടിലെങ്ങും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും വിജയ് തന്റെ മുഖ്യ എതിരാളിയായി കാണുന്നത് DMK എന്ന ഭരണപക്ഷത്തെ ആകുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും DMKയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, രാഹുൽ ഗാന്ധിയെ പോലെ അതിന്റെ ഏറ്റവും മുതിർന്ന നേതാവിന് ഇത്തരമൊരു പ്രതിപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ DMKയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. DMK ശക്തമായ എതിർപ്പാണ് അറിയിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രമുഖൻ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. പിണറായി വിജയനോടൊപ്പം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ N ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിക്കും അതോടൊപ്പം കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം DMKയുമായും സ്റ്റാലിനുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം സ്ഥിരീകരിക്കാനാവില്ല. കാരണം അത് DMKയുടെ നിലപാടിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വിജയ്ക്ക് എങ്ങനെയായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതാണ്. കാര്യം തമിഴ്നാട് രാഷ്ട്രീയം കഴിഞ്ഞ ഏറെക്കാലമായി ദ്വയത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് AIDMK, ഒരു വശത്ത് ഈ DMK. ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നണികളും തമ്മിലുള്ള മത്സരം മാത്രമാണ് തമിഴ്നാട് രാഷ്ട്രീയം ഏറെക്കാലമായി കാണുന്നത്. ഒരു മൂന്നാം ശക്തിയായി വളർന്നു വരാൻ BJP ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇത്തവണയും അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പൊതുസമ്മേളനത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ അടക്കം ക്ഷണിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് വിജയ് തയ്യാറെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മുൻപ് തമിഴ്നാട്ടിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നടനായ കമലഹാസൻ മക്കൾ നീതി മയ്യം എന്ന തന്റെ പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയൊരു താരനിര, രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ നിര വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.